ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കങ്കണ റണാവത്തിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നു എന്നതാണ്. ഇല്ല, എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനു മുൻപ് താങ്കൾ സുശാന്ത് സിംഗ് രാജ്പുത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. താങ്കൾ അദ്ദേഹത്തിന്റെ പേര് വെച്ച് ഇൻഡസ്ട്രിയിൽ വഴക്ക് പോലും ഉണ്ടാക്കി. സർ, എന്താണെന്ന് വെച്ചാ എനിക്കൊരു ഫിലോസഫി ഉണ്ട്. അവരെന്റെ വിഷയത്തിൽ തലയിടാത്തടത്തോളം കാലം ഞാൻ അവരുടെ കാര്യത്തിൽ തലയിടാൻ പോയില്ല. ഇതിനെല്ലാം കാരണം എന്താന്ന് വെച്ചാ, ആദ്യം ഇവരാണ് അഹങ്കാരം കാണിച്ചത്. ഇവരെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാ, കാറ്റാടി മുറിച്ച താഴെ വീടില്ലേ, അതുപോലെ എന്റെ അടുത്ത് വരുന്നത്. എന്റെ അടുത്തേക്ക് വരത്തുള്ളൂ. സോ ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, ഇത്രയും നാളായിട്ടും ഇവരെല്ലാവരും, സർ താങ്കൾ തന്നെ പറയൂ, ഒരുപക്ഷെ ഇവരൊന്നും ടോർച്ചർ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, ജയിലിലിടാൻ പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ, ലീഗലി കേസൊന്നും ഇടാതിരുന്നെങ്കിൽ, ഒരു ദിവസം ഇരുന്ന് ഞാൻ ആത്മഹത്യ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്ന വിധത്തിൽ അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നീ മരിക്കുന്നതാണ് നല്ലതെന്ന് വരെ എനിക്ക് സജക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സത്യം. സോ ഞാൻ ഇവര് പറഞ്ഞതെല്ലാം. അപ്പോൾ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലും താങ്കൾ വെള്ളത്തിൽ കിടന്നുകൊണ്ട് മുതലയോട് പറയുന്നത് പോലെ എന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചു. മഹാരാഷ്ട്രയിൽ എന്തു പറ്റിയെന്ന് വെച്ചാ, എന്നെ വഴക്കു പറഞ്ഞു. എല്ലാവരുടെ മുന്നിൽ വെച്ച് വഴക്കു പറഞ്ഞു. എന്നോട് വളരെയധികം വൃത്തികേടുകൾ അവര് പറഞ്ഞു. ഞാൻ ചെറിയ വയസ്സ് തൊട്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഫേവേഴ്സ് വാങ്ങിച്ചിട്ടേയില്ല. ഞാനൊരു മോശക്കാരിയാണെന്ന് പറഞ്ഞു. ഞാൻ സത്യസന്ധമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. പബ്ലിക്കിലും ഞാൻ എന്റെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക. സമൂഹത്തിന്റെ മുന്നിൽ എന്നോട് വളരെ മോശമായി പെരുമാറി. ഇതെല്ലാം താങ്കൾക്ക് അറിയാവുന്നതല്ലേ? താങ്കൾ തന്നെ പറഞ്ഞില്ലേ, മുംബൈ കണ്ട പേടിയാണ്, മുംബൈ കണ്ട പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിനെ പോലെ ഉണ്ടെന്ന്. സർ, ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക്. താങ്കൾ മുംബൈയിൽ ജീവിക്കുന്ന ആളാണ്. 2 സാധാരണക്കാര് ലിഞ്ചിങ്ങിന് പോകുന്നു. അവര് 2 പേരും കൊല ചെയ്യപ്പെടുന്നു. മാത്രമല്ല, നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിലുള്ള പോലീസ് കമ്മീഷണർ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള ആക്ഷനും അവരെടുത്തില്ല. നമുക്കും ഇതുപോലുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമല്ലോ. നമ്മളും ഓപ്പൺലി ഹിന്ദു അല്ലേ? നമുക്കും തീർച്ചയായിട്ടും പേടി കാണില്ലേ? എനിക്കും പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഞാൻ അതിലും കൂടുതൽ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ അവർക്കൊന്ന് പറയാമായിരുന്നില്ലേ? നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷെ നിങ്ങൾ മുംബൈയിൽ സേഫ് ആണെന്നും. ഞാനൊരു പോലീസ് കമ്മീഷണർ ആയിരുന്നെങ്കിൽ, അല്ല മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, ഇതുപോലൊന്നും നടക്കാൻ അനുവദിക്കില്ലായിരുന്നു. സാധാരണക്കാരെ ആൾക്കൂട്ടങ്ങൾ ഒന്നിച്ചു ചേർന്ന് കല്ലെറിഞ്ഞെറിഞ്ഞു കൊല്ലുകയായിരുന്നു. അവിടെ പോലീസുകാരും ഉണ്ടായിരുന്നു, അവിടെ തഹസിൽദാരുണ്ടായിരുന്നു. നിങ്ങൾ എന്തു പറഞ്ഞിരിക്കണം? ഇവൾ ചെയ്യുന്ന കാര്യത്തിൽ സുരക്ഷിതയായിരിക്കും എന്ന് പറഞ്ഞിരിക്കണം. പക്ഷെ അവരെന്താണ് പറഞ്ഞത്? ഇവൾ ഒരു തെറ്റുകാരിയാണ്. ഇതുപോലുള്ള ലിബർട്ടീസ് ഒക്കെ ആരാ തന്നത്? എന്താണെന്ന് വെച്ചാ, ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നെപ്പോക്കിഡൊന്നുമല്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരുടെയും നെപ്പോക്കിഡുമല്ല. അതുകൊണ്ട് കണ്ടവരെല്ലാം എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. ആർക്കും എന്തും പറയാവുന്നായി. താങ്കൾ അത്രയ്ക്ക് മോശക്കാരിയൊന്നും അല്ലല്ലോ. താങ്കൾ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറിനോട് എന്താ പറഞ്ഞത്? ഞാൻ താങ്കളെപ്പോലെ എന്റെ അച്ഛന്റെ പേര്, അതുപോലെ സ്വത്ത്, അതുകൊണ്ടൊന്നും അല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഒരു മനുഷ്യൻ സർ പറഞ്ഞു വന്ന എന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ നല്ല രീതിയിൽ എടുക്കില്ല. ഐ തിങ്ക് ഇതൊന്നും നല്ല കാര്യമായിട്ട് എടുക്കില്ല. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ഒരു മനുഷ്യൻ ചെയറില്, നമ്മുടെ ഗാർഡിയൻ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ലേ? അവരുടെ ജോലി എന്തായിരിക്കും? ശരി, നിങ്ങളിങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ തോന്നുവാണെങ്കിൽ എന്നോട് ഒന്ന് സംസാരിക്കണം. അതുപോലൊരു മെച്യൂരിറ്റി എവിടെന്ന് കിട്ടും? ഒരുപക്ഷെ അവരത് എതിർത്തിരുന്നെങ്കിൽ, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെറിയ കുട്ടിയെ പോലെയാണ് സംസാരിച്ചിരുന്നത്. ഇത് നന്നായി മനസ്സിലാവുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനെല്ലാം ഈസി ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. സോ എനിക്കിങ്ങനെ തോന്നി സാർ. അതായത് പൊളിറ്റീഷ്യൻ ഒരു ടാക്ട്ഫുൾനെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്ന്. പൊളിറ്റീഷ്യൻസിനൊരു ചാമുണ്ടായിരിക്കും. അവർക്ക് എല്ലാ വിഷയത്തിലും ഷൈൻ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരിക്കും. അതും ഓരോ അവസരങ്ങളും ഉപയോഗിച്ചിട്ട് അവരെ തന്നെ ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കും. കഷ്ടപ്പെട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ വരണമെന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹം ഒരു പണക്കാരനെ ജനിച്ചിട്ട് ഒരു വൃത്തികെട്ട ആളിനെ പോലെ സംസാരിക്കുന്നു. അതെന്താ അങ്ങനെ? അവർക്കെന്ത് നഷ്ടമാവുള്ളത്? താങ്കൾക്കല്ലേ നഷ്ടപ്പെട്ടത്. താങ്കൾ ജീവിച്ച വീട് ഇടിച്ചു കളഞ്ഞില്ലേ? സാർ, എനിക്ക് സംഭവിച്ചത് ആ നഷ്ടം മാത്രമല്ല, വേറെ നിറയെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്ക് മര്യാദ തരാതെ സംസാരിക്കാൻ അവർ പഠിച്ചിരിക്കുക. അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല, പഞ്ചാബിലെ ആരും കണ്ടാലും വൃത്തികേടുകൾ തന്നെയാ പറയുന്നത്. ഫോട്ടോയിൽ ചെരുപ്പ് കൊണ്ടടിക്കുന്നു. ഒരു പെണ്ണിന് ഇന്റഗ്രിറ്റി, അവളുടെ കാശ്, അഭിമാനം, സമ്പത്ത് എല്ലാത്തിനേക്കാളും വളരെ മുഖ്യമാണ്. പക്ഷെ ഇവിടെ സ്ത്രീകളെ അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും പറയുന്നു. അതാണ് സത്യം. ഞാൻ വിചാരിക്കുന്നു ഈ രാജ്യം കുറച്ചുകൂടി മാറേണ്ടതുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളോട് നിങ്ങൾ ഇത്രയും മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല. പക്ഷേ ചില നല്ല കാര്യങ്ങളും ഉണ്ട്. ഫൈനലി
താങ്കൾ ഇലക്ഷൻ പ്രചാരത്തിലുള്ള സമയത്ത്, മണ്ടിയിലുള്ള സമയത്ത് യോഗി ആദിത്യനാഥ് മുംബൈയെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ശത്രുക്കളെ എതിർക്കാൻ റാണി ലക്ഷ്മിഭായിയെ പോലെ കങ്കണയ്ക്ക് ധൈര്യമുണ്ട്. ഇവർ മുംബൈയിൽ ഉദ്ധവ് താക്കറിനെ വീതിയിലേക്ക് കൊണ്ടുവന്ന് ഉത്തരം പറയാൻ നിർബന്ധിതനാക്കിയെന്ന്. നല്ല കാര്യം. ഇതൊരു മഹാൻ ആത്മാവ്, ഒരു നല്ല മനുഷ്യൻ സംസാരിച്ചതിനെ പറ്റി ഇവിടെ സംസാരിച്ചു. അല്ലെങ്കിൽ ആ ക്രിമിനൽ എന്ത് സംസാരിച്ചു, ആ കള്ളൻ എന്ത് സംസാരിച്ചു, അതായിരിക്കും പറയുക. സോ സർ, ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ അതുപോലെ എന്തെങ്കിലും, എന്നോട് അദ്ദേഹത്തിന് നല്ല ഒപ്പീനിയൻ ഉണ്ട്. യോഗിജി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം എന്റെ ചേട്ടനെ പോലെയാണ്. അദ്ദേഹത്തിന് എന്നോട് നല്ല ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാ, ചില പേര് നാച്ചുറലായിട്ട് സെറ്റാകും. നമുക്കൊരു എനർജി ആയിരിക്കും. ചില ആൾക്കാരുടെ കൂടെ നമ്മൾ സെറ്റ് ആവുകയില്ല. ഇൻഡസ്ട്രിയും ഞാനും തമ്മിൽ ചേരാറേയില്ല, ഒരിക്കലും ചേരില്ല. ഞാൻ ഒന്നും ചെയ്യാതെ വെറും ബ്രീത്തിങ് മാത്രം ചെയ്താലും ഒന്നും ചെയ്യാതിരുന്നാലും അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ കൊല്ലണമെന്ന് ആഗ്രഹമുള്ളൂ. ഞാൻ അവർക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുത്തോ? ഇല്ല, അവരാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. ഇവരാണ് എന്നെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവരെ പോലെ ബിജെപിക്കാരെങ്ങനെയാണ് താങ്കളെ ഇഷ്ടപ്പെട്ടത്? വളരെ ഇഷ്ടപ്പെടും. എങ്ങനെ? എന്താണെന്ന് വെച്ചാൽ, ഞാൻ സത്യസന്ധയും വിശ്വസിക്കാൻ കൊള്ളാവുന്നവളുമാണ്. ആര് സത്യസന്ധതയോടും വിശ്വാസ്യതയോടും ഇരിക്കുന്നുവോ അതുപോലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂ. രാക്ഷസന്മാർ രാക്ഷസ സേനയിലും ദേവന്മാർ ദേവസേനയിലും നിൽക്കത്തുള്ളൂ. പക്ഷെ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, നഡ്ഡാജിക്ക് താങ്കളോട് ദേഷ്യമുണ്ട്, ക്ഷമയോടെ സംസാരിക്കുക, കുറച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞെന്ന് കേട്ടു. സാർ, എന്തൊക്കെയാണെന്ന് വെച്ചാ, ഇപ്പോ ഞാൻ കുറെ വർഷങ്ങളായിട്ട് എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വഴക്കിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. ഞാൻ പൊളിറ്റീഷ്യനായിട്ട് ഇപ്പോ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. സോ ഈ പൊളിറ്റിക്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും എനിക്ക് പൂർണ്ണമായും അറിയാറായിട്ടില്ല. പാർട്ടിയുടെ ഗൈഡ് ലൈൻസ് എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സോ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് അവരുടെ ജോലിയുടെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കും. ഏത് കാര്യത്തിനെയും ഇക്കാര്യം എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇവളെ അടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കേസ് ഇട്ടിട്ടുണ്ട്. ഒരു സീനിയറായ പാർട്ടി എനിക്കൊരു ഗൈഡ് ലൈൻസ് കൂടെ തരാൻ പാടില്ലെന്നാണോ? എന്താ ഇത്? കൃഷിക്കാരെ ബലാത്സംഗം ചെയ്യുന്ന വ്യക്തികളെന്ന് പറയുന്നതും താങ്കളുടെ പാർട്ടിയുടെ ഗൈഡ് ലൈൻ ആണോ? അവർ ശവശരീരം കെട്ടിത്തൂക്കുന്നവരാണെന്ന് പറയുന്നതും താങ്കളുടെ പാർട്ടിയുടെ ഗൈഡ് ലൈൻ ആണോ? അതിനെക്കുറിച്ച് നോക്ക്, നിങ്ങൾ എന്നെ വളരെ തെറ്റായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇവിടെ എന്ത് അദാലത്താണ് ഇവിടെ നടക്കുന്നത്? താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാ, താങ്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, കൃഷിക്കാർ പ്രക്ഷോഭം നടത്തുന്ന സ്ഥലത്ത് നോക്കി ഇപ്പൊ ചേഞ്ച് ചെയ്തിരിക്കുന്നു. സാർ, ഇനി ഇത് മാറ്റാൻ പാടില്ല. ഇത് എഡിറ്റ് ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാ, രജത് സാർ ഇപ്പം മുഴുവൻ മീഡിയയെ റെപ്രസെന്റ് ചെയ്തോണ്ടിരിക്കുക. എല്ലാ മീഡിയയും മുഴുവനും കേൾക്കാതെ എല്ലാ ഹെഡ്ലൈനിൽ ഇട്ടിരിക്കുക, മുഴുവനായി പബ്ലിഷ് ചെയ്തു. സോ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എവിടെയാണോ കർഷകരുടെ സമരം നടക്കുന്നത് ആ സ്ഥലത്ത്, കർഷകരുടെ സമരം നടന്ന സ്ഥലത്ത് അവിടെ ഡെഡ് ബോഡീസ് തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ കൊല നടന്നതിന്റെ എല്ലാ കവറേജും എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണം കാണിക്കാം. അവിടെ റേപ്പും നടന്നിട്ടുണ്ടായിരുന്നു, അതും കാണിക്കാം. ഗ്യാങ് റേപ്പ് നടന്നതിന്റെ കവറേജും ഉണ്ട്, അതും വേണമെങ്കിൽ കാണിക്കാം. അതെല്ലാം കർഷകരാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വെളിയിലിരുന്ന് വന്ന ആൾക്കാരാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞതെല്ലാം ഇതെല്ലാം എല്ലാ മീഡിയയിലും ഉണ്ട്. ഇതെല്ലാം ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. ഓക്കെ, പക്ഷേ ഒരു കാര്യം, അവിടെ നടന്ന കാര്യങ്ങൾ ഒരു പാവപ്പെട്ട പെണ്ണാണ് പറയുന്നെങ്കിൽ, അയ്യോ അത് പറഞ്ഞോ? എന്തിനാ ഇവള് പറഞ്ഞത്? സോ എന്താ ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെയൊക്കെ ആക്ടിങ് ചെയ്യും. 1 lakh ന്യൂസ് ഐറ്റംസ് വന്ന് ഇതൊന്നും അവരുടെ കണ്ണിൽ കാണുന്നില്ലേ? എന്തൊരു മനുഷ്യരെ ഇവരൊക്കെ. സോ ഐ ഫീൽ ആസ് എ പേഴ്സൺ, എനിക്ക് വളരെ മനസ്താപമുണ്ട്. സത്യത്തിൽ ഈ ലോകം കണ്ടതിന് ശേഷവും അത് സമ്മതിക്കുന്നില്ലെന്നുള്ളതാ. സത്യങ്ങളെ വിശ്വസിക്കാതെ അസത്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ലാതെ ജനങ്ങൾ, സാധാരണ മനുഷ്യർ, ആ മനുഷ്യർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ആ സൈഡ് ഈ സൈഡ് മാറ്റി മാറ്റി സംസാരിക്കുന്നത്, പ്ലസ് ചെയ്ത് മൈനസ് ചെയ്ത് അവർക്ക് നാണക്കേടുണ്ടാകുന്ന രീതിയിൽ അവരെങ്ങും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞ ഹെഡ്ലൈൻ ആയിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞോളൂ. അല്ലല്ല, അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ബിജെപിയിൽ ഇങ്ങനെ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ബിജെപിക്ക് കൃഷിക്കാരോട് യാതൊരു സ്നേഹവും ഇല്ലെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ, ഞങ്ങളുടെ പാർട്ടിയുടെ പോളിസി അതെന്റെ പാർട്ടി നല്ല ക്ലിയർ ആയിട്ട് നല്ല രീതി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാ, ഇനി മുതൽ ഞാൻ എന്റെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ
പറയാൻ പാടില്ലെന്നുള്ളത് മറന്നുപോയി. എനിക്കെന്റെ പാർട്ടിയുടെ പോളിസി അനുസരിച്ചേ നടക്കാൻ കഴിയുള്ളൂ. പാർട്ടിയുടെ പോളിസി സബ്കാ സാത്ത് സബ്കാ വികാസ്. അവര് ടെററിസ്റ്റെ പറ്റിയൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. അവര് കർഷകരെ പറ്റിയാണ് ചിന്തിക്കുന്നത്. കർഷകരും ഞങ്ങൾക്കൊപ്പം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ കൺസേൺ അത് മാത്രമാണ്. പക്ഷെ ഞാൻ ആ സമരത്തിന്റെ മറ്റൊരു വശത്തെപ്പറ്റിയും സംസാരിച്ചിരുന്നു. അവർ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തു. ഞാൻ അക്കാര്യവും പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ പാർട്ടിയുടെ പോളിസി അനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. സോ ഈ വിഷയത്തെ ഇപ്പോ എണ്ണയൊഴിച്ചവര് ആളി പടർത്തുകയാണ്. എന്നെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവൾ വളരെ... കൃഷിക്കാരെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? സർ, ഞാനേ ഒരു കർഷകയാണ് സർ. എന്റെ കുടുംബമേ കർഷക കുടുംബമാണ് സർ. ചെറിയ വയസ്സ് മുതലേ കൃഷിയാണ് എല്ലാവരും ചെയ്തിരുന്നത്. ഞങ്ങളുടെ ചെറിയ വയസ്സിൽ ഫാമിൽ ഹാർവെസ്റ്റ് ചെയ്യുമ്പോ വയലിലേക്ക് ആഹാരം കൊണ്ടുപോകുന്നത് ഞാനായിരുന്നു. താങ്കളുടെ മാതാപിതാക്കൾ താങ്കളുടെ കൃഷി ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞെന്ന് കേട്ടു. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളൊരു കർഷക കുടുംബമാണ്. പക്ഷേ കർഷകരിപ്പോ എന്നെപ്പറ്റി എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ, അതില് കുറെ ആൾക്കാര് എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ... താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകൾ വന്നിട്ടുണ്ടോ? അതായത് കൃഷിക്കാരുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കാം, അവിടെ കൊലപാതകങ്ങൾ നടക്കാം. ഇതുപോലൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവിടെ നടന്ന കർഷക സമരം മുഴുവനും ഹൈജാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആ കർഷക സമരത്തിൽ... ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അതിന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. 2020 ഒരു സംഭവം നടന്നു. BBC 88 വയസ്സുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തു. 100 രൂപ വാങ്ങിച്ചിട്ട് അഭിനയിക്കാൻ വന്ന അവര് തന്നെയാണ് ഇതെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇല്ല, ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാ, ഇവിടെ ഒരു അഭിനയിക്കുന്ന ഗ്യാങ് ഉണ്ടായിരുന്നു. അവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഷാഹിൻ ബാഗിൽ എല്ലാവർക്കും 500 രൂപ വെച്ച് കിട്ടും, ബിരിയാണിയൊക്കെ കിട്ടും. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ആ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഈ എവിഡൻസ് എല്ലാം കോടതിയിൽ കൊടുക്കാൻ തയ്യാറാണ് സാർ ഞാൻ. എന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പഴിക്കാതെ. ഞാനും അവരോട് യാതൊരു സംബന്ധവും ഇല്ല. ഒരു പോരാട്ടത്തിനും ഞാൻ ഒരു ഓപ്പറേറ്റും ചെയ്തിട്ടില്ല. ലോകം മുഴുവൻ കണ്ടതേ ഞാനും കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എന്തൊക്കെയാ പറയുന്നത്? കണ്ടത് എന്തിനാണെന്ന് വരെ ചോദിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് അറിവൊന്നും ഇല്ല. കണ്ടു, അവിടെയുള്ള ആൾക്കാർക്ക് കാശെല്ലാം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവിടെയുള്ളവർക്ക് ബിരിയാണിയും കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇതേപ്പറ്റി ലോകത്തെല്ലാം ഡിബേറ്റും ചെയ്തിട്ടുണ്ട്. 500 രൂപ വാങ്ങിച്ചിട്ട് എല്ലാ സമരത്തിലും പങ്കെടുത്ത് ബിരിയാണിയും കഴിച്ചിട്ട് പോകുന്നു. എല്ലാ സബ്ജക്റ്റിലും അതേ സെയിം പ്ലേസസ് ആണ്. ഷാഹിൻ ബാഗിലുള്ള അതേ പ്ലേസസ് ആണ്. അവർ ആ സ്ഥലത്തില് ഐഡന്റി ചെയ്തിട്ടുണ്ട്. ഇവര് തന്നെയാണ് അവിടെയും ഉള്ളത്. ലോകം മുഴുവൻ ഇത് കണ്ടോണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമോ. എന്നെ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നേ? അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. പ്രധാനമായിട്ട് സംസാരിക്കണം സർ. എല്ലാ സബ്ജക്റ്റിനെ പറ്റി ഞാൻ സംസാരിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ചില തരത്തിലുള്ള വിദേശ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ കൈയടക്കുന്ന ബംഗ്ലാദേശിന്റെ അവസ്ഥ പോലെയും മറ്റുള്ള രാജ്യങ്ങളുടെ അവസ്ഥ പോലെയും നമ്മുടെ നാട്ടിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ എന്താ കണ്ടോണ്ടിരിക്കണമെന്നാണോ? നമ്മൾ എതിർത്ത് ചോദിക്കണ്ടേ? ഇതിനെപ്പറ്റിയൊന്നും വാതുറക്കാതെ നമ്മൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കണം. ഇമോഷൻസ് പ്രകടിപ്പിച്ചു. താങ്കൾ ആദ്യമായിട്ട് പാർലമെന്റ് മെമ്പറായി ചണ്ഡീഗഡിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോ CASF ജവാൻ താങ്കളെ ആക്രമിച്ചു. അതില്ലാതെ അദ്ദേഹം ഞാനും കർഷകനാണെന്നാ പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ യൂണിഫോമിന്റെ വില അറിയില്ലെങ്കിൽ നിങ്ങളൊരു വഞ്ചകനാണെന്നും നിങ്ങളുടെ കടമയെ മറക്കുന്നെന്നും നിങ്ങളുടെ മേലുള്ള വിശ്വാസത്തെയും നിങ്ങളുടെ മേലിൽ മര്യാദ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യരെയും നിങ്ങൾ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊക്കെ എന്തിനാ ചെയ്യുന്നത്? എന്നിട്ടൊരു കർഷകനാണെന്ന് പറയാനുള്ള യോഗ്യതയുണ്ടോ? ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ, താങ്കളുടെ ഐഡന്റിറ്റി എല്ലാം ഇല്ലാതാവും. പിന്നെ നിങ്ങളൊന്നുമല്ല, നിങ്ങളൊരു തീവ്രവാദിയാണ്. അതുമാത്രമല്ല, അവർ ഓപ്പൺലി ഖാലിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കർഷകരുടെ സമരത്തിൽ ഖാലിസ്ഥാനോട് ഡിമാൻഡ് ചെയ്യുന്നു. എന്റെ കയ്യിൽ എത്ര വീഡിയോ ഉണ്ടെന്നറിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ജനങ്ങളെ ഇതുപോലെ പാവങ്ങളെ പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ കയ്യിൽ എത്ര വീഡിയോ ഉണ്ടെന്നറിയോ ഇതിനെപ്പറ്റി? ഒത്തിരിയുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യം തകർക്കാൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് എത്ര പക്ഷെ പേര്... അവരെന്താ പറയുന്നത് വെച്ചാൽ അവരുടെ അമ്മയും ആ കൃഷിക്കാരുടെ പോരാട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ താങ്കൾ 100, 200, 500 വാങ്ങിച്ചിട്ടാണ് പോരാട്ടങ്ങൾക്ക് പോയതെന്ന് പറഞ്ഞതിൽ ബുദ്ധിമുട്ടുണ്ടായെന്ന് അവർ പറഞ്ഞു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ലെന്ന്. പക്ഷെ എന്റെ കയ്യിലുള്ള ഫോട്ടോയില് ഷാഹിൻ ബാഗിലുള്ള ആൾക്കാരും സെയിം ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും എന്റെ കയ്യിലുണ്ടെന്ന്. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയുണ്ടല്ലോ, ഓർഡേഴ്സ് ഉണ്ട്, കേസ് വേണമെങ്കിൽ ഇടാം. മാത്രമല്ല പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. ഒരാൾക്ക് ലോ ആൻഡ് ഓർഡർ എന്താണെന്ന് അറിയില്ലെന്ന് വെച്ചാ, ഒരുപക്ഷെ ഞാൻ എല്ലാവരുടെ റോഡിൽ സ്കോർ ചെയ്യണമെന്ന് വെച്ചാ എല്ലാവരും എന്നെ റോഡിലിട്ട് അടിക്കില്ലേ? താങ്കളും സെറ്റിൽ ചെയ്തു. ദിൽജിത്ത് ഡോഷഞ്ചും ഇതിന് കമന്റ് ചെയ്തിരുന്നു. അപ്പോൾ താങ്കൾ അദ്ദേഹത്തെ കരൺ ജോഹറിന്റെ വളർത്തുനായെന്ന് വിളിച്ചു. സർ,
ആദ്യത്തെ കാര്യം, ഈ രാജ്യത്തെ എല്ലാവരും മുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്തെ നശിപ്പിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒരിക്കലും അത് കണ്ടുകൊണ്ടും ഇരിക്കുകയില്ല. എന്താണെന്ന് വെച്ചാ, ഇല്ല, പക്ഷെ ഇക്കാര്യത്തിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള കാര്യങ്ങളൊന്നും വന്നില്ലല്ലോ. അദ്ദേഹം ഇതിന് കമന്റ് ചെയ്തു. പക്ഷെ താങ്കൾ കൊടുത്ത ആൻസറാണ് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ, കൂടുതൽ പൊക്കി പറയാതെ പോ. നീ അവരുടെ ഷൂ നക്കി നക്കി. അദ്ദേഹം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പറയില്ലേ? അതൊന്ന് പറ സാർ. ഞാൻ എഴുതിയത് ഞാൻ പറഞ്ഞത് മാത്രമല്ലേ പറയുന്നുള്ളൂ. അദ്ദേഹം എഴുതിയത് കൂടെ ഒന്ന് പറ. ഇല്ല, അതും ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, അദ്ദേഹം എന്താണ് എഴുതിയത് അതുകൂടെ ഒന്ന് പറ. അദ്ദേഹം എന്താ എഴുതിയിരുന്നെന്ന് വെച്ചാൽ, നീ ആരുടെ കൂടെയൊക്കെ സിനിമ ചെയ്തോ അവരുടെ വളർത്തുനായി നീയാണെന്ന്. ആ വളർത്തുനായ്ക്ക് മുമ്പ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞേ. ഇതാണ് ആദ്യത്തെ കമന്റ്. അതിനു മുൻപ് താങ്കളുടെ കമന്റാണ് ഉള്ളത്. ഇല്ലില്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഞാനായിട്ട് ആരോടും വഴക്കിന് പോവാറില്ല. ഇത് എന്റെ പ്രിൻസിപ്പിളാ. ഞാൻ അങ്ങനെ നടക്കാറുള്ളൂ. പക്ഷേ എല്ലാവരും വഴക്ക് തുടങ്ങി വെക്കുന്നത് താങ്കളാണെന്നാണ് ഇല്ല, പറയുന്നത്. ഇത് വെച്ചാണ് ആൾക്കാരെല്ലാം പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി വഴക്കിടാറില്ല. ഒരിക്കലും വഴക്കിടാറില്ല. ആദ്യം അവരിങ്ങോട്ട് വരുമ്പോഴാണ് ഞാനും വഴക്കിടുന്നത്. അതുകൊണ്ട് എല്ലാരും പറയുന്നു ഞാനാണ് വഴക്കാളിയെന്ന്. ഇതുപോലത്തെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അത് ശരിയാണോ? താങ്കൾക്ക് അഭിപ്രായം പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം എപ്പോഴും താറടിച്ച് കാണിച്ച്, ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച്, വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച് പേടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കും. ഞാൻ ഒരിക്കലും ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക, അതൊന്നും കണ്ട് ഞാൻ ഒരിക്കലും ഭയപ്പെടാറില്ല. ഇപ്പൊ ഇത് ലാസ്റ്റ് ട്വീറ്റാണ്. ഇത് താങ്കളാണ് എഴുതിയിരിക്കുന്നത്. ആരൊക്കെ നക്കി നക്കി ജോലി വാങ്ങിക്കുന്നുവോ അവരെയെല്ലാം ഞാൻ അലക്കിയെടുക്കുന്നു എന്ന്. സാർ നോക്ക്, സാർ ഇവിടെ എന്നെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വളരെ മോശമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അദ്ദേഹം എന്താ എഴുതിയെന്ന് പറയാൻ കൂട്ടാക്കുന്നില്ല. അതിൽ എന്തൊക്കെ വൃത്തികെട്ട വാക്കുകളാണ് അത് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഇവിടെ വരുമ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോളാം. ശരി, ഇപ്പൊ വൃത്തികേടുകൾ പറഞ്ഞാ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ നമ്മളെ വഴക്ക് പറയുമ്പോഴും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? നോ 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 നോ, യു ആർ നോട്ട് റൈറ്റ്, അങ്ങനെ പറയാൻ പറ്റുമോ? ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. എനിക്ക് നല്ല മറുപടി കൊടുക്കാൻ പറ്റും. അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല.